കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ്. പെർസെൻറ്റേജ് വൈസ് അഡൽട്ട് പോപ്പുലേഷൻ 18 വയസ്സിന് മുകളിലുള്ള 27% ആൾക്ക് പ്രമേഹം ഉള്ള ഒരു സ്റ്റേറ്റാണ് ഇപ്പോൾ കേരളം. ഇപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അങ്ങനെ ഒരു 10 വർഷമായിട്ട് 96 ആയപ്പോഴത്തേക്ക് വളരെ കൂടുതൽ പ്രമേഹ രോഗികൾ കാണാൻ വരുന്നതായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ വരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടത്. അതൊരു ചെറിയൊരു പഠനം പോലെ ഒരു മാസം എത്ര പ്രമേഹ രോഗികൾ കാണാൻ വരുന്നു എന്നൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ ഏതാണ്ട് 500-ലധികം പ്രമേഹ രോഗികൾ ഒരു മാസം കാണാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അത് 14.6% നിന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഇരട്ടി ആളുകൾ പ്രമേഹ രോഗം ഉണ്ടായെന്നും, പ്രമേഹ പൂർവാവസ്ഥ അന്ന് 5% ഉണ്ടായിരുന്ന ആളുകളിൽ അതിൽ നിന്നാണ്ട് 30% ആളുകൾക്ക് പ്രമേഹ പൂർവാവസ്ഥ ഉണ്ടെന്നാണ് ഈ രണ്ടാമത്തെ പഠനത്തിൽ കണ്ടത്. പ്രമേഹം ഒരു പരിധിവരെ ഒരു പാരമ്പര്യ രോഗമാണ്. അത് മാറി പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വർഷത്തോളമായിട്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡയബറ്റിക്സ് ആണ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് എൻ്റെ ഏരിയ എന്ന് സാറ് തീരുമാനിക്കാൻ കാരണമായ ഒരു സ്റ്റഡി കൂടി സാറ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സ്റ്റഡി എന്തായിരുന്നെന്നൊന്ന് പറയാമോ? ശരിക്കും ഞാൻ 1985 MD മെഡിസിൻ പാസ്സായിട്ട് പ്രാക്ടീസ് തുടങ്ങുന്നത്. MBBS 79 കഴിഞ്ഞ്, പക്ഷേ MD കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങി 85 അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ രോഗങ്ങളിൽ ഡയബറ്റീസൊക്കെ എണ്ണം വളരെ കുറവായിരുന്നു. പ്രാക്ടീസ് തുടങ്ങിയ സമയത്തൊക്കെ ഡയബറ്റീസ് രോഗികൾ കുറച്ച് പേരൊക്കെ കാണും. പക്ഷേ പ്രധാനമായിട്ടും മറ്റുള്ള പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള മറ്റു രോഗങ്ങളായിരുന്നു. അപ്പോൾ ആ ചികിത്സ വന്ന് റെസ്പിറേറ്ററി ഡിസീസ് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അങ്ങനെ ഒരു 10 വർഷമായിട്ട് 96 ആയപ്പോഴത്തേക്ക് വളരെ കൂടുതൽ പ്രമേഹ രോഗികൾ കാണാൻ വരുന്നതായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ വരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടത്. അതൊരു ചെറിയൊരു പഠനം പോലെ ഒരു മാസം എത്ര പ്രമേഹ രോഗികൾ കാണാൻ വരുന്നു എന്നൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ ഏതാണ്ട് 500-ലധികം പ്രമേഹ രോഗികൾ ഒരു മാസം കാണാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. ഒരു സ്റ്റഡി എന്ന് പറയാൻ വയ്യ, ഒരു ഒബ്സർവേഷൻ. അപ്പോൾ അത് എണ്ണം വളരെ കൂടുതലാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ വളരെ കൂടുതലാണ് പ്രമേഹ രോഗികളുടെ എണ്ണം സമൂഹത്തിലെന്ന് അന്നേരമാണ് ഒരു മനസ്സിലായത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് അതിൻ്റെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്താണ് ശരിക്കും കഴിഞ്ഞാൽ ഈ ഡയബറ്റീസിൻ്റെ ചികിത്സയിൽ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ ഈ മരുന്ന് മാത്രം പോരാ, അല്ലെങ്കിൽ ഡോക്ടറുടെ മുമ്പിലിരിക്കുന്ന 2-3 മിനിറ്റ് മാത്രം പോരാ. അതിനപ്പുറത്ത് ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ള പാരാമെഡിക്കൽ ആൾക്കാർ, പ്രത്യേകിച്ചും ഡയറ്റീഷ്യന് അല്ലെങ്കിൽ നഴ്സ് എഡ്യൂക്കേറ്റർ, അവരുടെയൊക്കെ ഒരു സംഭാവന ആവശ്യമുണ്ടെന്നും, അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും ഒന്ന് കാണിച്ചു കൊടുക്കാനും പറ്റിയ ഒരു സെൻറ്റർ വേണം എന്നും മനസ്സിൽ തോന്നിയത്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഡയബറ്റീസ് ക്ലിനിക്ക് തുടങ്ങിയത് 98 ഡയബറ്റീസ് ക്ലിനിക്ക് 98 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഒരു ചിന്തയും കൂടെ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു സെൻറ്റർ വേണം എന്നുള്ള ചിന്ത ആ സമയത്ത് തന്നെ തുടങ്ങി. 2006 ഈ ഒരു സ്ഥലം ആരോഗ്യസേന ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വാങ്ങിച്ച് ഇതിൻ്റെ ഒരു വളരെ ആദ്യത്തെ ബേസായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതാണ് ഇതിലേക്ക് വരാൻ കാര്യം. ഓക്കെ സാർ, അന്നത്തെ ആ സ്റ്റഡിയിലുണ്ടായിരുന്ന പെർസെൻറ്റേജ് കണക്കുകളെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതേ സ്റ്റഡി അതേ ആൾക്കാരിൽ വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഡയബറ്റിക്സ് പേഷ്യൻ്റെ എണ്ണം കൂടിയതും സാറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റഡിയിലേക്ക് ഞാൻ വരാം. അതായത് ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു സമൂഹത്തിൽ, അപ്പം ഇത് എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ എണ്ണത്തിൻ്റെ മാത്രമാണെന്ന് നോക്കിയത്. അപ്പോൾ സമൂഹത്തിൽ എത്രമാത്രം പ്രമേഹ രോഗികൾ കേരളത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ കേരളത്തിൽ അതിന് മുമ്പ് ഒരു സ്റ്റഡി വന്നിട്ടുള്ളത്, 2 സ്റ്റഡി അതിന് മുമ്പ് വന്നിട്ടുള്ളൂ. ഒന്ന് ഇന്ത്യ മൊത്തം നടന്ന ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് 1970 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയൊരു പഠനത്തിൽ ഏതാണ്ട് 2.3% ആളുകൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഡോക്ടർ CR സോമൻ, ഒരു ഡയബറ്റീസിൻ്റെ റിസർച്ചറായിട്ടുള്ള ഡോക്ടർ CR സോമൻ നെയ്യാറ്റിൻകര താലൂക്കിൽ നടത്തിയ ഒരു പഠനത്തിൽ, അതായത് 1996 അതിൽ ഏതാണ്ട് ഒരു 12% ആളുകൾക്ക് പ്രമേഹം കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ കണ്ടത്. അതിനുശേഷം ശരിക്കും ഞാൻ കേരളത്തിൽ സ്റ്റഡി ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നേതൃത്വത്തിൽ ഒരു 2007
ഞങ്ങളൊരു സ്റ്റഡി ആലപ്പുഴ ജില്ലയിലെ വെൺമണി പഞ്ചായത്തിൽ ഒരു 2 വാർഡ് കേന്ദ്രീകരിച്ചൊരു പഠനം നടത്തി. അത് ട്രിവാൻഡ്രം അച്യുതമേനോൻ സെൻറ്ററിലെ ഡോക്ടർ രാമൻകുട്ടിയും അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നടത്തിയ ആ പഠനത്തിൽ ഏതാണ്ട് 14.6% ആളുകൾക്ക് ഏതാണ്ട് 2000 സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അതിലാണ് സ്റ്റഡി നടത്തിയത്. അതിൽ കണ്ടത് 14.6% ആളുകൾക്ക് പ്രമേഹം ഉണ്ടെന്നും മറ്റൊരു 5.1% ആളുകൾക്ക് പ്രമേഹ പൂർവാവസ്ഥ പ്രീ ഡയബറ്റിസ് ഉണ്ടെന്നും ഏതാണ്ട് ഒരു 30% ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ അധികരിച്ച ബ്ലഡ് പ്രഷർ ഉണ്ടെന്നും ഏതാണ്ട് 35% ആളുകൾക്കോളം അധികരിച്ച കൊളസ്ട്രോൾ ഉണ്ടെന്നുമാണ് കണ്ടത്. അതോടൊപ്പം തന്നെ അമിതവണ്ണമുള്ളവർ കുറവാണെങ്കിൽ തന്നെയും അമിതമായിട്ട് കുടവയറുള്ളവർ കൂടുതലാണ്. അതായത് സെൻട്രൽ ഒബീസിറ്റി ഞങ്ങൾ പറയും. അതായത് ഒരു 70% ആളുകൾക്ക് സെൻട്രൽ ഒബീസിറ്റി ഉണ്ടെന്നും ആണെന്ന് ആ പഠനത്തിൽ കണ്ടത്. അത് 2009 ഇൻ്റർനാഷണൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ചു ആ സ്റ്റഡി. അപ്പോൾ അതിന് ശേഷം ശരിക്കും കഴിഞ്ഞാൽ കൂടുതലും അതിന് ശേഷമാണ് ശരിക്കും കഴിഞ്ഞാൽ വേൾഡ് ഡയബറ്റീസ് ഫൗണ്ടേഷൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി. അപ്പോൾ അവർ കേരളത്തിൽ ഇത് പ്രിവെൻഷന് വേണ്ടി 2 പ്രോജക്റ്റ് നടപ്പാക്കാൻ എനിക്ക് അവരുടെ സഹായത്തോടുകൂടി നടപ്പാക്കാൻ പറ്റി. അത് സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് 2008 മുതൽ 2013 വരെ, പിന്നെ 2013 മുതൽ 2016 വരെയുമുള്ള 2 പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റി. അതിനെക്കുറിച്ച് കൂടെ ഡീറ്റെയിൽഡായിട്ട് ഒരു വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു, സമൂഹത്തിൽ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് വീണ്ടും ഒരു സ്റ്റഡി 2017 അത് നടത്തിയ 2007 നടത്തിയ അതേ സാമ്പിൾ തന്നെ അവിടെ തന്നെ ചെന്നിട്ടാണ്. അപ്പോൾ അന്ന് ആദ്യത്തെ സ്റ്റഡിയിൽ 2690 പേരുടെ ലാണ് പഠനം നടത്തിയത്. അതിൽ 10 വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ അതിൽ 1000 പേരോളം തിരിച്ച് വീണ്ടും നോക്കാൻ പറ്റി. 500 ചില്ലാൻ കുടുംബങ്ങളിൽ ചെന്ന് കാണാൻ പറ്റി. അപ്പോൾ അതിന് കുറേ പേര് മരിച്ചു, 250 പേരോളം മരിച്ചു പോയിരുന്നു, ബാക്കി കുറേ പേര് മാറിപ്പോയിരുന്നു. അതിൽ നടത്തിയ പഠനത്തിൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നത്. 27.4% ആൾക്ക് പ്രമേഹം ഉണ്ടെന്നാണ്. അതായത് 14.6% നിന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഇരട്ടി ആളുകൾ പ്രമേഹ രോഗം ഉണ്ടായെന്നും പ്രമേഹ പൂർവാവസ്ഥ അന്ന് 5% ഉണ്ടായിരുന്ന ആളുകളിൽ അതിൽ നിന്ന് 30% ആളുകൾക്ക് പ്രമേഹ പൂർവാവസ്ഥ ഉണ്ടെന്നാണ് ഈ രണ്ടാമത്തെ പഠനത്തിൽ കണ്ടത്. അത് 2019 അത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ സ്റ്റഡി കഴിഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പഠനമാണ്. കാരണം ഇത്രയും പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് വന്നത് കേരളത്തിൽ മാത്രമാണ്. ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ മറ്റ് പലയിടത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്നുള്ള ഈ മാറ്റം ഉണ്ടായത് കേരളത്തിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളുടെ ആ സ്റ്റഡിയിൽ മറ്റുള്ളിടത്ത് ഇത്രയും ഡ്രാസ്റ്റിക്കായിട്ട് കൂടിയിട്ടില്ല. ഇതേ പഠനം തന്നെ ശരിക്കും വേറൊരു ഇൻഡയാബ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു പഠനം കേരളത്തിൽ നടത്തുന്നുണ്ടായി. അവരുടെ റിസൾട്ട് ഏതാണ്ട് സിമിലറായിട്ടാവുന്നത് 27% ആൾക്കാണ്. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഏതാണ്ട് അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞിട്ടാണ് ആ സ്റ്റഡി വന്നത്. അപ്പോൾ ഏതാണ്ട് തുല്യമായിട്ടുള്ള റിസൾട്ടാണ് അതിലും വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ്. പെർസെൻറ്റേജ് വൈസ് അഡൽട്ട് പോപ്പുലേഷൻ 18 വയസ്സിന് മുകളിലുള്ള 27% ആൾക്ക് പ്രമേഹം ഉള്ള ഒരു സ്റ്റേറ്റാണ് ഇപ്പോൾ കേരളം. അതാണ് അതിൻ്റെ ഞങ്ങൾ പഠനത്തിൽ കണ്ടുപിടിച്ച കാര്യം. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോളിൻ്റെ കാര്യം, അധികരിച്ച കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ഇവർക്ക് നല്ലൊരു ശതമാനം ആളുകൾക്ക്. അതിനേക്കാൾ ആ സ്റ്റഡിയിൽ വേറൊരു പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു പ്രമേഹ പൂർവാവസ്ഥ 2007 നടത്തിയ പഠനത്തിൽ ഏതാണ്ട് 5% ആളുകൾക്ക് പ്രമേഹ പൂർവാവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരിൽ തന്നെ 10 വർഷം കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ അതിൽ 60% ആളുകളും ഡയബറ്റീസ് രോഗികളായി. 10 വർഷം കൊണ്ട് ഈ പ്രമേഹ പൂർവാവസ്ഥ ഉണ്ടായിരുന്ന ആളുകളിൽ 60% പേരും 10 വർഷം കഴിഞ്ഞപ്പോൾ ഫ്രാങ്ക് ഡയബറ്റിക്കായി. അപ്പോൾ ഡയബറ്റീസ് അങ്ങനെയുള്ളവർക്ക് വരാനുള്ള സാധ്യത 60% ഉണ്ട് എന്നുള്ളതാണ് 10 വർഷത്തിനകം. അപ്പോൾ പ്രമേഹ പൂർവാവസ്ഥയിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സമയത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് ഒരു പ്രത്യേക ക്ലാസ്സൊക്കെ എടുത്തതാണെന്ന് ഈ കണ്ടുപിടിച്ചപ്പോൾ പ്രമേഹം വരാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ആ ഫോളോ അപ്പ് വേണ്ട പോലെ ആയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരിൽ 60% പേരും വീണ്ടും പ്രമേഹ രോഗികളായി 10 വർഷം കഴിഞ്ഞപ്പോഴേ. അപ്പോൾ അതും ഇപ്പോഴത്തെ രണ്ടാമത്തെ സ്റ്റഡിയിൽ 30% ആളുകൾക്കാണ് പ്രമേഹ പൂർവാവസ്ഥ കണ്ടുപിടിച്ചത്. അപ്പോൾ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രമേഹം വരുന്നത് നിയന്ത്രിക്കാനോ അറ്റ്ലീസ്റ്റ് കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യാനെങ്കിലും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ 2 പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. അത് പക്ഷേ സമൂഹം വേണ്ട പോലെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയും കൂടെ ഉണ്ട്. അതെ, അങ്ങനെ ഒരു വിഷമമുണ്ട്.
സർ, നമ്മൾ ഈ പൊതുവിടങ്ങളിൽ മധുരം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർക്കിടയിൽ വരുന്ന നമ്മൾ സുഹൃത്തുക്കളും ആരെന്ന് വെച്ചാൽ എന്തായാലും അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടല്ലോ, അപ്പം പിന്നെ എന്തായാലും വരും, അപ്പം പിന്നെ അങ്ങനെ അങ്ങ് ചത്തുപോവാം, മധുരം കഴിച്ച് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷൻ പൊതുവെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്കിടയിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻ അവരെ മറ്റിടത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു പ്രഷർ ഭയങ്കരമായിരിക്കും. അപ്പോൾ ഈ ജനറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇത് ഉണ്ട് എന്ന് കരുതി മാത്രം കുട്ടികളിലേക്ക് അത് ട്രാൻസ്ഫോം ആവുമോ, അതോ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്താ സർ? പ്രമേഹം ഒരു പരിധിവരെ ഒരു പാരമ്പര്യ രോഗമാണ്. അതായത് അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മാവനും, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അങ്ങനെയുള്ളവർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലുള്ള ആളുകൾക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് ഇപ്പം അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ, അതായത് രണ്ട് വഴിയിൽ കൂടെയും പ്രമേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അല്ലെങ്കിൽ അമ്മാവനും അമ്മയുടെ ആങ്ങളയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും, അവർക്ക് പ്രമേഹം ഉണ്ട്. ആ രണ്ട് വഴിയിൽ കൂടെയും പ്രമേഹം വരാൻ ഉള്ളവർ ഫാമിലിയിലുണ്ടെങ്കിൽ ഒരു 40% അടുത്ത തലമുറയിൽ വരാൻ, 40% ആൾക്ക് വരാനൊരു സാധ്യതയുണ്ട്. അതായത് 3 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ടൈപ്പ് 2 പ്രമേഹം, അതിൻ്റെ ഡീറ്റെയിലോട്ട് പിന്നീട് വരാം. ടൈപ്പ് 2 പ്രമേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗവും കൂടെയാണ്. പാരമ്പര്യത്തോടൊപ്പം തന്നെ തെറ്റായ ജീവിതശൈലിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരാൾ രോഗിയാവുന്നത്. അതായത് പാരമ്പര്യമായ ഘടകമുണ്ട്, അതോടൊപ്പം തന്നെ തെറ്റായ ജീവിതശൈലിയും കൂടെ വരുമ്പോഴാണ് പ്രമേഹം നേരത്തെ വരുന്നത്, ടൈപ്പ് 2 പ്രമേഹം നേരത്തെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഒരു പരിധിവരെ പ്രമേഹം വരാതെ നോക്കാൻ പറ്റും. ടൈപ്പ് 2 പ്രമേഹം വരാതെ നോക്കാൻ എല്ലാവർക്കും സാധ്യമാകും. അറ്റ്ലീസ്റ്റ് അത് സാധ്യമായില്ലെങ്കിൽ തന്നെയും കുറേ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് പ്രമേഹം വരാൻ നല്ല സാധ്യതയുള്ള ഒരാൾക്ക് തെറ്റായ ജീവിതശൈലി, അതായത് അമിതമായിട്ട് ആഹാരം കഴിക്കുക, ഒട്ടും എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ, അധികരിച്ച മാനസിക സമ്മർദ്ദമുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് പ്രമേഹം നേരത്തെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ, ഈ 3 ഘടകങ്ങളും ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ പ്രമേഹം വരാതെ നോക്കാൻ ഒരു പരിധിവരെ പറ്റും. അറ്റ്ലീസ്റ്റ് കുറേ വർഷങ്ങളിലേക്ക് അത് നീട്ടിവെക്കാനെങ്കിലും തീർച്ചയായിട്ടും സാധ്യമാകും. അതാണ് പാരമ്പര്യമായിട്ടുള്ളൊരു ഘടകം. പാരമ്പര്യമായ രോഗമാണ്. പക്ഷേ നേരത്തെ ചോദിച്ച പോലെ തന്നെ പ്രമേഹം വന്നങ്ങ് മരിച്ചു പോട്ടെ എന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം പ്രമേഹം ഒരു സീരിയസ് രോഗം എന്ന് പറയാൻ പറ്റില്ല. ഒരു മാനേജബിൾ ഡിസീസാണ്, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത രോഗമാണ്, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗമാണ്, പോസ്റ്റ്പോൺ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ കോംപ്ലിക്കേഷൻസൊക്കെ കൃത്യമായൊരു പരിശോധനകളൊക്കെ സമയാസമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ സങ്കീർണതകൾ വന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത് ഗുരുതരമാവുന്നത്, കൈവിട്ടു പോകുന്നത്. അപ്പോൾ അത് വരാതെ നോക്കാനും അത് വരുന്നോ എന്നറിയാനായിട്ട് നേരത്തെ കൂട്ടി നമുക്ക് കണ്ടുപിടിക്കാനുള്ള പരിശോധനകളുണ്ട്. അത് കൃത്യമായ ഒരു കാലയളവിൽ പരിശോധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കോംപ്ലിക്കേഷൻസ്, ആ സങ്കീർണതകൾ വരാതെ നോക്കാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഗൗരവമാകുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധാരണ രീതിയിലുള്ളൊരു ജീവിതം നയിക്കാൻ പ്രമേഹ രോഗിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രോണിക് ഡിസീസാണ്, സീരിയസ് അല്ലെങ്കിൽ പോലും അതൊരു ജീവിതകാലം മൊത്തം കൂടെ ഉണ്ടാവും. അതിനെ കൂടെ കൊണ്ടു നടന്നാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രോഗമല്ല പ്രമേഹം. പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണല്ലോ ആരോഗ്യ നികേതനത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡയബറ്റിക് ആകാൻ സാധ്യതയുള്ള ഒരാൾ, ഇപ്പോൾ എൻ്റെ അമ്മ ഡയബറ്റിക്കാണ്, അമ്മയുടെ അച്ഛനും ഡയബറ്റിക്കാണ്, ഇതുവരെ എനിക്ക് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. സ്റ്റിൽ അങ്ങനെ ഒരു പേടിയിൽ, അസുഖത്തിൻ്റെ പേടിയിൽ ഭയങ്കരമായിട്ട് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. വന്നിട്ടില്ല. അപ്പോൾ പ്രിവെൻറ്റീവായിട്ടുള്ള എന്തൊക്കെ മെഷേഴ്സ് ആയിരിക്കും നമുക്ക് സ്വീകരിക്കാൻ പറ്റുക ഒരാളുടെ ഒരു ഡെയിലി ലൈഫിൽ? സാധ്യതയുള്ള ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് ആയെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ഡെയിലി ലൈഫിൽ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ എന്തൊക്കെയായിരിക്കും അയാൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക? ഡയബറ്റിസ് ഉണ്ടാകാൻ സാധ്യത, ഡയബറ്റിക് ആയിട്ടില്ലാത്ത ഒരാൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി, സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാളിന് ശരിക്കും പ്രായപൂർത്തിയായതിന് 20 വയസ്സിന് ശേഷം, പ്രായപൂർത്തിയായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രമേഹ രോഗികൾ നേരത്തെ കൂട്ടി പ്രമേഹം വരുന്നു എന്നുള്ളൊരു ഘടകവും കൂടെ ഉണ്ട്. അതായത് നേരത്തെ ഞാൻ ഒരു 50 വർഷം മുമ്പൊക്കെ 55-60 വയസ്സിലാണ് ആൾക്കാർ രോഗികളായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 30-35 വയസ്സിൽ നല്ലൊരു പങ്കാളുകളും രോഗികളാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നേരത്തെ കൂട്ടി വരുന്ന പ്രമേഹം, ഏർലി ഓൺസെറ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് പറയും, അങ്ങനെ ഒരു ടൈം തന്നെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ കൂട്ടിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് കേരളത്തിൽ ഇത്ര പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു 25 വയസ്സിന് ശേഷം പ്രമേഹം വരാൻ സാധ്യത നല്ലൊരു ശതമാനം ആളുകൾക്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പാരമ്പര്യമായിട്ടുള്ള ആളുകൾ ഒരു 2 വർഷത്തിലൊരിക്കലെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. 1 വർഷത്തിലൊരിക്കലായാൽ നന്ന്. വർഷത്തിലൊരു പ്രാവശ്യം ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയാൽ മതി. അത് നോർമലിൽ കൂടുതലുണ്ടെങ്കിൽ
നമുക്കൊന്ന് കാരണം രോഗലക്ഷണങ്ങൾ പ്രമേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലൊന്നും ഒന്നും ഉണ്ടാവില്ല. രോഗലക്ഷണങ്ങൾ തീരെ കാണത്തില്ല, തീരെ രോഗലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല. ഏതാണ്ട് നല്ല ഡയബറ്റീസ് പോലും, അതായത് സാമാന്യം 250-300 ബ്ലഡ് ഷുഗർ ഉള്ള ആളുകൾ കണ്ടുപിടിക്കുമ്പോൾ പോലും അതിലൊരു 50% ആളുകൾക്കും ഒരു രോഗലക്ഷണവും കാണത്തില്ല. ആക്സിഡൻ്റലായിട്ടായിരിക്കും, മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഷുഗർ നോക്കുമ്പോഴായിരിക്കും ഷുഗർ ഉണ്ടെന്ന് കാണുന്നത്. അതുപോലെ ക്യാമ്പുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ 100 പേര് ഒരു ക്യാമ്പിൽ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തി, നമ്മൾ ക്യാമ്പുകളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 100 പേര് വന്നു കഴിഞ്ഞാൽ അതിലൊരു കണക്കുകൾ പറയുന്നത് 2 പേർക്ക്, അതായത് 2% ആളുകൾ പുതുതായിട്ട് പ്രമേഹം കണ്ടുപിടിക്കുന്നതാണ്. 100 പേരെ റാൻഡമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 2 പേർക്ക് നേരത്തെ അവർ വരുമ്പോൾ ഡയബറ്റീസ് ഇല്ലാത്തവരായിരിക്കും, പക്ഷേ അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ ഡയബറ്റിക് ആയിട്ട് പോകുന്ന 2% ആൾക്ക് അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷത്തിലൊരു പ്രാവശ്യം ഈ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകൾ ഷുഗർ നോക്കുന്നത് നല്ലതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർക്ക് പ്രമേഹം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജീവിതശൈലി ക്രമീകരണം പ്രായപൂർത്തിയാകുമ്പോഴേ തുടങ്ങണം. അതിനകത്ത് 2-3 ഘടകങ്ങളാണ്. ഒന്ന്, അമിതമായിട്ട് വണ്ണം ഉണ്ടാകാതെ നോക്കണം. അമിതമായിട്ട് വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കണം, അത് അറ്റ്ലീസ്റ്റ് പിന്നെ കൂടാതെ നോക്കണം. പിന്നെ അമിതമായിട്ട് കുടവയറുള്ളവർ, സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും. അതായത് സെൻട്രൽ ഒബീസിറ്റി വരുന്നത് ഈ വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ കൊഴുപ്പടിയുന്നതിൻ്റെ അങ്ങനെ കൊഴുപ്പടിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവറും ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ വളരെ കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സെൻട്രൽ ഒബീസിറ്റി ഉള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട്, ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കാനായിട്ട് വയറ് കൂടാതെ നോക്കണം. അതിന് എക്സസൈസുകൾ ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ആഹാരത്തിൽ കുറച്ചൊരു നിയന്ത്രണം വരുത്തണം. മധുരം ഒഴിവാക്കുക എന്നുള്ളതല്ല, അപ്പോഴേ മധുരം ഒഴിവാക്കേണ്ട ആവശ്യമില്ല സാധാരണ ഇതിൽ. പക്ഷേ അമിതമായിട്ട് കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. പ്രമേഹം ഡയബറ്റീസ് വരാത്തൊരാൾ മധുരം കഴിക്കുമ്പോൾ ചായക്കകത്ത് മധുരം ഇടാതെ കഴിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. പലപ്പോഴും ചെയ്യുന്നതാണ്, വരാതിരിക്കാനായിട്ട് ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഇടണ്ടെന്ന് പറയും, പക്ഷേ പിന്നെ പോയി കഴിക്കുന്ന ചിലപ്പോൾ പൊറോട്ടയോ ബിരിയാണിയോ ആയിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അമിതമായിട്ടുള്ള കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കണം. ഈ പൊറോട്ടയ്ക്കും ബിരിയാണിക്കും ഡയബറ്റിക്സ് ഉണ്ടാക്കാൻ പറ്റും. ഡയബറ്റീസ് അമിതമായിട്ട് കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ, അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അമിതമായിട്ട് കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ പൊതുവേ ഒഴിവാക്കണം. പിന്നെ പച്ചക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കണം. പിന്നെ ആഹാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ദിവസം ഒരു എക്സസൈസ് ചെയ്യണം, ദിവസം ഒരു അരമണിക്കൂറെങ്കിലും, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും. കണക്ക് പറയുന്നത് ഒരു 150 മിനിറ്റ് പെർ വീക്ക്. അതായത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 30 മിനിറ്റ് വീതം വിഗറസ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ നടന്നിട്ട് കാര്യമില്ല. ആ ഓരോ പ്രായത്തിൽ ഉള്ളവർക്ക്, ഇപ്പോൾ യങ്സ്റ്റേഴ്സ്, ഇപ്പം 25-30 വയസ്സുള്ള ഒരാളിനോട് നമ്മൾ പറയുന്നത് ഓടാനാണ്, നടക്കാനല്ല, ജോഗ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ട്രെഡ്മിൽ ചെയ്യണം, അല്ലെങ്കിൽ നീന്താൻ പോകണം. അങ്ങനെയുള്ള ഏതെങ്കിലും എക്സസൈസ് ഒരു അരമണിക്കൂർ ദിവസവും ചെയ്യണം. അതും ഒരു പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യമാണ്, മെഷറാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് തന്നെ ചെയ്യണം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മിനിമമായിട്ട് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഈ മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിനുള്ള എന്തെങ്കിലും കഴിയുന്നിടത്തോളം ആ സ്ട്രെസ് ഫ്രീ ആയിട്ട് സ്വയമായിട്ട് കുറച്ച് സമയം. അപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് സമയം കിട്ടുന്നില്ല, ഒരു അരമണിക്കൂറെങ്കിലും സ്വയം റിഫ്ലക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചിലവഴിക്കാനും, ഈ മൊബൈലിൻ്റെ മുമ്പിൽ തന്നെ അല്ലാതെ കൂടുതൽ ഈ സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാനും, ഒരു ലീഷർലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കണം. ഈ 3-4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും. എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ചേച്ചിക്ക് പ്രഗ്നൻസി പീരീഡിലാണ് ഈ ഡയബറ്റിക്സ് ഉണ്ട് എന്നുള്ളത്, പ്രഗ്നൻസിയോട് റിലേറ്റ് ചെയ്ത് വന്ന പ്രമേഹമാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതിനുശേഷം അത് സെറ്റിൽ ഡൗൺ ആവുകയും ചെയ്തു. പക്ഷെ ഞാൻ വായിച്ചുള്ള എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അത് വീണ്ടും അപ്പിയർ ചെയ്യാനും ആ അമ്മ ഒരു ലൈഫ് ലോങ് ഒരു ക്രോണിക് ഇൽനെസ് ഡയബറ്റിക് ആയ പേഷ്യൻ്റായിട്ട് മാറാനുള്ള ചാൻസസ് ഹൈ ആണെന്നുള്ളത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഡയബറ്റിക്സ് വരാറുള്ളത്? ഇപ്പോൾ ഒരു ഹോർമോണൽ ചേഞ്ച് കൊണ്ടായിട്ട് പെട്ടെന്ന് വരുന്നത് ഫുള്ളായിട്ട് ഫെയ്ഡായി പോവുമോ, അത് പിന്നെയും അപ്പിയർ ചെയ്യുമോ? ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ ടൈപ്പ് ഡയബറ്റിസ് ആണ് നമുക്കിടയിലുള്ളത്? ഡയബറ്റിസ് ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ 3 തരമാണ് പ്രധാനമായിട്ടുള്ള ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിക്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹം, പിന്നെ അപൂർവമായിട്ടുള്ള ചില സിൻഡ്രോംസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡയബറ്റിസ് ഉണ്ട്, ജന്മനാ ഉള്ളത്. അത് വളരെ വളരെ അപൂർവമാണ്. അപ്പോൾ ഈ 3 തരമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഡയബറ്റിസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതുകൂടെ ഒന്ന് മനസ്സിലാക്കണം ഈ ക്ലാസിഫിക്കേഷനോട് പോകുന്നതിന് മുമ്പ്. ഡയബറ്റിസ് ഒരാൾക്ക് പ്രമേഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കൂടുമ്പോഴാണ്. ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ നോർമലി 100 മില്ലിഗ്രാമിൽ താഴെയായിരിക്കും ഫാസ്റ്റിങ്ങിൽ. അത് 126 മില്ലിഗ്രാമിൽ കൂടുമ്പോഴാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. 100-നും 126-നും ഇടയ്ക്കാണ് ഫാസ്റ്റിംഗ് ഷുഗറെങ്കിൽ അത് പ്രീ ഡയബറ്റിസും.
അപ്പോൾ ഈ ഡയബറ്റീസ് ഷുഗർ കൂടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള എല്ലാം ദഹിച്ച് കഴിഞ്ഞിട്ട് അത് അബ്സോർവ് ചെയ്ത് ഗ്ലൂക്കോസായിട്ട് അബ്സോർവ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റ് അല്ല. അപ്പം ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അളവ് കൂടിയിട്ട് അതിനനുസരിച്ച് അത് സെല്ലുകളിലേക്ക് മാറ്റി സെല്ലുകളിലാണ് അതൊരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ സെല്ലിൻ്റെയും പ്രവർത്തനത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ഒരു ഇന്ധനം പോലാണ്. അപ്പോൾ ആ ഇന്ധനം സെല്ലിനകത്തോട്ട് മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് ഇൻസുലിൻ ആവശ്യമാണ്. അപ്പം ബ്ലഡിലെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ നിന്ന് അബ്സോർവ് ചെയ്ത് ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടും. അതിന് ആനുപാതികമായിട്ട് പാൻക്രിയാസിലുള്ള ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ എത്ര കൂടുതൽ കഴിക്കുന്നോ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് ഇൻസുലിൻ ഉണ്ടാവും. ആ ഇൻസുലിൻ പ്രവർത്തിച്ച് ഒരു മണിക്കൂറിനകം അല്ലെങ്കിൽ 2 മണിക്കൂറിനകം ഈ ഗ്ലൂക്കോസിനെ എല്ലാം 100 മില്ലിഗ്രാമിൽ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ എല്ലാം സെല്ലുകളിലേക്ക് മാറ്റും. ആ സെല്ലുകളിൽ ഒന്നുകിൽ അത് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യാത്തവർ, അതായത് അധ്വാനം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത് സാധാരണ ഒരാൾക്ക്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളിന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല, സെല്ലുകൾ അതിനോട് പ്രതികരിക്കുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി, ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാവുന്നില്ല. ഇത് 2 ഘടകങ്ങൾ കൊണ്ടും ഡയബറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക് ആണെങ്കിൽ അത് കുട്ടികളിലാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഒരു 3 മാസം മുതൽ 15 വയസ്സ് വരെ ഉള്ള ഏത് സമയത്തും ടൈപ്പ് 1 ഡയബറ്റീസ് തുടങ്ങാം. അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത് പെട്ടെന്ന് ചില ജീൻ ചേഞ്ചസ് ഒക്കെ ഉള്ളവർക്കാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ്. കൃത്യമായിട്ട് ഒരാൾക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ചിലർക്ക് പെട്ടെന്നൊരു ദിവസമായിരിക്കും, ഒരു പനിയോ വല്ലതും ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു തുടക്കം വന്നു കഴിഞ്ഞിട്ട് ഈ ബീറ്റാ സെല്ലുകളെല്ലാം പെട്ടെന്ന് അങ്ങ് നശിക്കും. നശിച്ചു കഴിയുമ്പം പിറ്റേ ദിവസം മുതൽ തന്നെ ഇൻസുലിൻ ഉണ്ടാവുന്നേ ഇല്ല. അപ്പോൾ ശരീരത്തിൽ നമ്മൾ എത്ര കഴിച്ചു കഴിഞ്ഞാലും അത് ബ്ലഡിൽ തന്നെ കിടക്കുകയുള്ളൂ, അതിൻ്റെ ദൂഷ്യഫലങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അത് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കാനും പറ്റില്ല. 2-3 ദിവസത്തിനകം തന്നെ ഇൻസുലിൻ കുത്തിവെച്ചില്ലെങ്കിൽ രോഗിയുടെ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും. പിന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് സിക്കാവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഷുഗർ നോക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് അത് അവർക്ക് ആയുഷ്കാലം ഇൻസുലിൻ കുത്തിവെച്ചേ പറ്റുള്ളൂ. ദിവസം 2 പ്രാവശ്യമെങ്കിലും കുത്തിവെക്കേണ്ടി വരും ആവശ്യത്തിന്, ഇൻസുലിൻ്റെ ഈ ലെവലനുസരിച്ച്. അതാണ് ടൈപ്പ് 1 പ്രമേഹം. അത് ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഒരു 0.5% താഴെയുള്ളൂ. അപ്പോൾ 100 പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അതിൽ 2% അല്ലെങ്കിൽ 1.5% ആളുകൾക്ക് വളരെ അപൂർവമാണ് കേരളത്തിൽ. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരെ കുറച്ചുകൂടെ കൂടുതലാണ് ടൈപ്പ്. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ടൈപ്പ് 2 പ്രമേഹമാണ്. അത് കേരളത്തിൽ ലോകത്തെമ്പാടും അത് തന്നെയാണ്. അത് ഒരു 90 മുതൽ 98% ആളുകൾക്ക് വരെ ഡയബറ്റീസ് ഉള്ളവരിൽ 98% ഒക്കെ ടൈപ്പ് 2 ഡയബറ്റിക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് തുടങ്ങുന്നത് കുറേ അഡൽട്ട് ഏജിലാണ്, പ്രായപൂർത്തിയായതിനു ശേഷമാണ് യൂഷ്വലി തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. കാരണം കുട്ടികളുടെയും ഈ ലൈഫ് സ്റ്റൈൽ മാറിയോടുകൂടി ഇപ്പോൾ ഞാൻ തന്നെ അടുത്ത കാലത്ത് 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികളിലും ടൈപ്പ് 2 പ്രമേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ ഭാഗമായിട്ട്. യൂഷ്വലി അത് അഡൽട്ട്സിലാണ്, പ്രായപൂർത്തിയായവരിലാണ് വരുന്നത്. അത് ടൈപ്പ് 2 ഡയബറ്റീസിൽ ആദ്യം ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസാണ്. ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ആ ഇൻസുലിൻ സെല്ലുകൾ ആ ഇൻസുലിനോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സെല്ലുകൾക്കുള്ളിലേക്ക് ആ ഇൻസുലിൻ കയറ്റാൻ പറ്റുന്നില്ല, അതിൻ്റെ ആക്ഷൻ നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഈ ഒബീസിറ്റി, വെയിറ്റ് കൂടുതലുള്ളവർക്കാണ്, പ്രത്യേകിച്ച് ഫാറ്റ് കൂടുതൽ ഉള്ളവർക്ക്, സെൻട്രൽ ഒബീസിറ്റി ഉള്ളവർക്ക്. പിന്നെ ഇതൊക്കെ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനും കുറച്ച് എക്സസൈസും ആവശ്യമാണ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും. അപ്പോൾ അതില്ലാത്തവർ, പിന്നെ പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ഫാമിലിയിലുള്ളവർക്ക്, അവർക്കൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണും ആദ്യകാലത്ത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ആ ഗ്ലൂക്കോസിൻ്റെ ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉണ്ടാകാതെ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുമ്പോൾ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുമ്പോൾ വീണ്ടും ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടും. ബോഡി തന്നെ ചെയ്യുന്നൊരു മെക്കാനിസം അതാണ്. അപ്പോൾ 10 യൂണിറ്റ് വേണ്ടിടത്ത് ഒരു 15-20 യൂണിറ്റ് ഉണ്ടായെങ്കിലേ ആ പ്രവർത്തനം കിട്ടുകയുള്ളൂ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആദ്യ ഭാഗത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, അപ്പോൾ ഇൻസുലിൻ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ ഇൻസുലിൻ ഉണ്ടാകുന്ന സെല്ലുകൾക്കൊരു എണ്ണമുണ്ട്, അപ്പോൾ അത് കുറഞ്ഞു വരും, കുറേ ഡൈ ഡൗൺ ചെയ്യും ഓവർ വർക്ക് ചെയ്തിട്ട്, സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസിയിലോട്ട് പോകും. ഇൻസുലിൻ ഉണ്ടാകുന്ന സെല്ലുകളുടെ എണ്ണം കുറഞ്ഞു വരും, ഓവർ വർക്ക് ചെയ്തിട്ട് ഡൈ ഡൗൺ. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻസിയിലോട്ട് പോകും. ഇൻസുലിൻ്റെ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാകാനുള്ള സെല്ലുകൾ ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് ഒരാൾ ഡയബറ്റിക് ആകുന്നത്, പുറത്തറിയുന്ന നേരമാണ്. അതുവരെ കോമ്പൻസേറ്റ് ചെയ്യുക ബോഡി തന്നെ, കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി.
അപ്പം ആ ഡെഫിഷ്യൻസിയും കൂടെ വന്നു കഴിയുമ്പോഴാണ് ഒരാൾ ടൈപ്പ് 2 ഡയബറ്റിക് ആകുന്നത്. അപ്പോൾ ആ ടൈപ്പ് 2 ഡയബറ്റിക് രോഗിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഉണ്ടാകുന്ന ഇൻസുലിൻ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല, അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ ഡെഫിഷ്യൻസിയും കൂടെ ഉണ്ട്. പക്ഷേ ഒട്ടും ഇൻസുലിൻ ഉണ്ടാവാതില്ല, കുറച്ച് ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട് അപ്പോഴും, എല്ലാ ബീറ്റാ സെല്ലുകളും പോകുന്നില്ല. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ ആഹാരം നിയന്ത്രിച്ച് കഴിഞ്ഞാൽ തന്നെ കൂടുതൽ കഴിച്ച് കഴിയുമ്പോഴല്ലേ കൂടുതൽ ഇൻസുലിൻ വേണ്ടി വരുന്നത്. ആഹാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യ ഭാഗം. പിന്നെ എക്സസൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടുമാണ് ആദ്യ ഭാഗത്ത്. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേ 1 മുതൽ തന്നെ അവർക്ക് നമ്മൾ ഗുളിക അങ്ങനെ കൊടുക്കത്തില്ല. ഇൻസുലിൻ വലിയ കൂടുതലില്ലെങ്കിലും മറ്റു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റം വരും. അതുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഗുളികകളും അതുപോലെ തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉള്ള സെല്ലുകളിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഗുളികകളുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഷുഗർ കുറഞ്ഞു വരും. അതാണ് ആദ്യകാലത്തെ ചികിത്സ. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇൻസുലിൻ ഉണ്ടാകുന്ന സെല്ലുകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ പുറത്തുനിന്ന് കുത്തിവെക്കേണ്ടി വരും. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അതിൻ്റെ ഒരു പ്രോഗ്രഷൻ അങ്ങനെയാണ്. ഈ ഇൻസുലിൻ റിക്വയറിങ് ചിലർക്ക് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് വേണ്ടി വരും, ചിലർക്ക് 30-35 വർഷം ഗുളിക കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. അത് ഡിപ്പെൻസ്. അത് നമുക്ക് എങ്ങനെ വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർക്കെല്ലാം തന്നെ ആഹാര നിയന്ത്രണവും എക്സസൈസും സ്ട്രെസ് റിലാക്സേഷനും പ്രധാനമാണ്, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടുപോകും. അപ്പോൾ അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. മൂന്നാമത്തേതാണ് ശരിക്കും പറഞ്ഞാൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. അത് ശരിക്കും പറഞ്ഞാൽ അതും ഈ നേരത്തെ ടൈപ്പ് 2 മറ്റേ ഡയബറ്റീസിൻ്റെ ജനറൽ പോപ്പുലേഷനിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രിവലൻസും കൂടി വരികയാണ് കേരളത്തിൽ. അത് ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടുന്നത്. കാരണം സ്ത്രീകളുടെ ഒബീസിറ്റി കൂടുന്നുണ്ട്, പിന്നെ ഫുഡിൻ്റെ രീതി മാറുന്നുണ്ട്, അങ്ങനെയുള്ളത് തന്നെ ഈ അതിൻ്റെ കൂടുന്നുണ്ട്. കേരളത്തിലെ ഏതാണ്ട് ഒരു 14%, 14% മുകളിൽ ഗർഭിണികളിൽ പ്രമേഹം കണ്ടുപിടിക്കുന്നുണ്ട്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. അത് യൂഷ്വലി കണ്ടുവരുന്ന ഒരു 3 മാസം കഴിയുമ്പോഴാണത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണ. നേരത്തെ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളിന് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും, പ്രഗ്നൻസിയുടെ തേർഡ് മന്തിലൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 24-26 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഡയബറ്റീസ് നേരത്തെ ഞാൻ പറഞ്ഞ 100 മില്ലിഗ്രാമിൽ കൂടുമ്പോഴാണ് ഡയബറ്റീസ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ പ്രഗ്നൻസി പീരീഡിൽ ശകലം കൂടെ കുറഞ്ഞ് നിൽക്കണമെന്നാണ്. 90 കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ ടെൻഡൻസി എന്ന് പറയും. 90 മില്ലിഗ്രാമിൽ താഴെ നിൽക്കണമെന്നാണ്. അപ്പോൾ കുറേ ഹോർമോണൽ ചേഞ്ചസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ തുടങ്ങണം. അതിന് ഈ പറഞ്ഞാൽ ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യം ആഹാര നിയന്ത്രണം ആണ് പ്രധാനമായിട്ട് പറയുന്നത്. സ്മോൾ ഫ്രീക്വൻറ്റ് മീൽ കഴിക്കുക. പിന്നെ ആ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് വേണ്ടി വരും. ഈ ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നതായാലും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോക്കാനായിട്ടുള്ള സ്കാൻ ചെയ്യുന്നതായാലും കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ള സ്കാൻ ചെയ്യുന്നതായാലും എല്ലാം തന്നെ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട്, അല്ലാതുള്ള ആളുകൾക്ക് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ. ഷുഗറും അതുപോലെ തന്നെ വളരെ ക്ലോസ് മോണിറ്ററിങ്, ഓൾമോസ്റ്റ് ഡെയിലി മോണിറ്ററിങ് വേണ്ടി വരും. അപ്പോൾ ഷുഗർ കൊണ്ട് ഈ ആഹാര നിയന്ത്രണം കൊണ്ട് തന്നെ പറ്റുന്നില്ല എന്നുള്ള സ്റ്റേജ് മിക്കവാറും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ തന്നെ കൊടുത്തേ പറ്റുമോ, ഗുളികകൾ പറ്റില്ല. കാരണം ഗുളികകളൊക്കെ തന്നെ ഈ വളർന്ന് കുഞ്ഞിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗുളികകൾ നമ്മൾ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹത്തിന് കൊടുക്കാറില്ല. അപ്പം ആഹാര നിയന്ത്രണം കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇൻസുലിൻ തന്നെ, ചെറിയ ഡോസ് ഇൻസുലിനൊക്കെ മതിയാവും. പക്ഷേ ഇൻസുലിൻ അത് പ്രസവമാവുന്നത് വരെ ഉള്ള സമയത്ത് ഇൻസുലിൻ അത് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഇൻസുലിൻ്റെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഷുഗർ കുറഞ്ഞു പോകരുത്, എന്നാൽ നോർമലായി നിൽക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഡെലിവറി സമയത്തും കുറച്ചുകൂടെ കൂടുതൽ കെയർ വേണ്ടി വരും, കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. മിക്കവാറും കാരണം ലാസ്റ്റ് മൊമെൻ്റ് അടുക്കുമ്പോഴത്തേക്ക് കോംപ്ലിക്കേഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് പലപ്പോഴും ഇപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സിസേറിയൻ, വൺ ഓഫ് ദി ഇൻഡിക്കേഷൻസാണ്. കൂടുതലും അങ്ങ് പ്രിഫർ ചെയ്യുന്നത് സിസേറിയൻ സെക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും തന്നെ പ്രമേഹം മാറും, ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അങ്ങ് മാറും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രഗ്നൻസി വരുമ്പോഴും അപ്പോൾ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കും. അത് നോർമലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അഡ്വൈസ് കൊടുത്ത് വിടത്തേ ഉള്ളൂ, സൂക്ഷിക്കണം. വീണ്ടും എന്തെങ്കിലും ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം എന്നൊരു അഡ്വൈസ് കൊടുക്കുകയേ ഉള്ളൂ. പക്ഷേ അടുത്ത പ്രഗ്നൻസിയിലും ഉണ്ടാകാനുള്ള നല്ല സാധ്യത ഉണ്ടാവും, 90% ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ 1-2 ഡെലിവറി കഴിഞ്ഞ് അതിന് ശേഷം പിന്നീടും പലപ്പോഴും ഉള്ളത് വെച്ചാൽ പിന്നെ ഫോളോ അപ്പ് നിർത്തും എല്ലാവരും. അത് മാറി പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ ഡയബറ്റീസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ആളുകൾ വളരെ കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യണം. അതായത് ആഹാരത്തിൻ്റെ നിയന്ത്രണം വരുത്തുക, സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കൂടാതെ നോക്കുക, പിന്നെ ഒരു ഒബീസിറ്റി കൺട്രോൾ ചെയ്യുക, പിന്നെ ഒരു 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ ഷുഗർ ഉണ്ടോ നോക്കുക. അതും അത്യാവശ്യമാണ്. അങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്യാനെങ്കിലും പറ്റും കുറേ കാലത്തേക്ക്. അതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. അപ്പോൾ ഈ 3 തരമാണ് ഡയബറ്റീസ് പ്രധാനമായിട്ടുള്ളത്. സോ ഈ ഗർഭാവസ്ഥയിലെ ഡയബറ്റിക്സ് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് എന്നാണ്. ഇപ്പം ഞാനൊക്കെ ഒരു നാട്ടിൻപുറം ഏരിയയിൽ വളർന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയതാണ് എൻ്റെ കണ്ണിൽ ആദ്യം കാണുന്ന ഒരു പ്രഗ്നൻസി. ഇപ്പോൾ 2 പേർക്കുള്ള ആഹാരം കഴിക്കുന്നതാണ് എപ്പോഴും അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഡയബറ്റിക് കൂടെ ആകുന്ന ഒരു സ്ത്രീയോട് ചിലപ്പോൾ ഇവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അങ്ങനെ കുറച്ച് കഴിച്ചാൽ പറ്റില്ല എന്നായിരിക്കാം. ഈ അരവൈദ്യന്മാരുടെ നാടാണല്ലോ നമ്മുടേത്. അപ്പോൾ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും സാറിന് എന്തെങ്കിലും സജഷനോ അങ്ങനെ എന്തെങ്കിലും ഈവൻറ്റോ നടന്നതായിട്ട് ഓർമ്മയുണ്ടോ? അതല്ല അത് ഡയബറ്റീസിൻ്റെ ഇത് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് എന്ന് പറഞ്ഞാൽ ഓരോ സമയം കുറച്ചേ കഴിക്കാവുന്നതാണ്. ടോട്ടൽ ഒരു ദിവസം കഴിക്കുന്നതിന് കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അതൊരു ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശത്തിലാണ്. അതിൻ്റെ ഹൈറ്റും വെയ്റ്റും ഒക്കെ അനുസരിച്ചിട്ടാണ് ഒരാളുടെ എത്ര കലോറി ഒരു ദിവസം കഴിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഡയറ്റീഷ്യനാണ് അത് തീരുമാനിക്കേണ്ടത്, ഡയറ്റ് കൗൺസിലിങ്. പക്ഷേ എത്ര ആയാലും അത് ഈ ഓരോരുത്തരുടെ ബോഡി സൈസ് അനുസരിച്ചൊക്കെയാണ്. ഇത്ര കാലറീസ് പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് എന്നുള്ള രീതിയിലുള്ള കണക്ക് നോക്കിയിട്ട് പിന്നെ അവരുടെ ഏജ് പല ഘടകങ്ങൾ നോക്കിയിട്ടാണ് അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്നത് തന്നെ. ഇപ്പം നമ്മൾ 3 തവണയായിട്ടാണ് സാധാരണ കഴിക്കുന്നത്, അത് 5 തവണയായിട്ട് കഴിക്കണം. അല്ല 5 തവണ ഈ 3 തവണ കഴിക്കുന്ന പോലെ 5 തവണ കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ടോട്ടൽ കഴിക്കുന്നത് തന്നെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുറയ്ക്കാൻ പറയുന്നില്ല. വെച്ചാൽ ആ ഡയബറ്റീസിന് ഓഫ് കോഴ്സ് ചില അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മധുരം കഴിക്കരുത്, അത് പ്രഗ്നൻസിയിലും കഴിക്കരുത്. അതുപോലെ തന്നെ പിന്നെ പ്രോട്ടീൻ ശകലം കൂടുതൽ കഴിക്കേണ്ടി വരും, കാൽഷ്യം ഉള്ളത് കഴിക്കേണ്ടി വരും പ്രഗ്നൻസിയിൽ. നേരത്തെ ചോദിച്ച പോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൂടെ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും ഇതിനകത്ത്. അതൊരു സ്പെഷ്യൽ ഡയറ്റ് ആയിരിക്കും അത് പറയുന്നത്. അതിനകത്ത് ഡയബറ്റീസിൻ്റെ ഭാഗവും കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അല്ലാതുള്ള കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. മധുരം അല്ലാത്തത്, പ്രോട്ടീൻ ശകലം കൂടുതൽ വേണ്ടി വരും, കാൽഷ്യം ഉള്ളത്, അങ്ങനെയുള്ളത്. പക്ഷെ അത് ഈ സ്മോൾ ഫ്രീക്വൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടാതിരിക്കാനായിട്ടാണ്. ഇപ്പം രാവിലെ ഇപ്പം 3 ഇഡ്ഡലി കഴിക്കേണ്ടതിന് പകരം 2 ഇഡ്ഡലി രാവിലെയും 1 11 മണിക്കും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റേസ് വരത്തില്ല ഷുഗറിൻ്റെ. അതിനുവേണ്ടിയാണ് ഈ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് എന്ന് പറയുന്നത്. ടോട്ടൽ ആഹാരം കുറയ്ക്കണമെന്ന് പറയുന്നില്ല, ടോട്ടൽ നിശ്ചയിക്കുന്ന അളവ് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചോറ് കുറയ്ക്കുക എന്നുള്ളത് മാത്രം ആണല്ലോ. പോർഷൻ കൺട്രോൾ എന്നുള്ളത് അധികാരം അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ ഒരു സംശയമായിട്ട് ഞാൻ സാറിനോട് ചോദിച്ചതാണ്. സർ, ഈ പ്രിവെൻറ്റീവ് മെഡിക്കൽ കെയറിലുള്ള ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളും കൂടെയാണ് വിജയകുമാർ സാറ്. അപ്പോൾ ആ അവാർഡ് കിട്ടുന്നതിനുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? ഏത് സ്റ്റഡിക്കാണ് അവാർഡ് കിട്ടിയത്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഈ ഒരു പ്രിവെൻറ്റീവ് കെയർ കേരളത്തിലെ പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, ഈ രണ്ട് ജില്ലകളിലുള്ള 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസത്തെ ക്ലാസ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് എടുക്കുന്ന ഒരു പ്രോജക്റ്റ് വേൾഡ് ഡയബറ്റീസ് ഫൗണ്ടേഷൻ്റെ സഹായത്തോടുകൂടി നടപ്പാക്കുകയാണ്. 2008 മുതൽ 2013 വരെയുള്ള 5 വർഷം കൊണ്ടാണ്. 800-ലധികം സ്കൂളുകളിൽ എല്ലാ കുട്ടികൾക്കും ഒരു 1 ഡേ ക്ലാസ്, ഒരു യോഗയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ ഡയറ്റിനെ കുറിച്ചും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ടീച്ചേഴ്സിന് പ്രത്യേകിച്ചും പിന്നെ അവിടുത്തെ PTA പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻസിന് ഉള്ള ക്ലാസ്, ഇങ്ങനെയുള്ള 800ഓളം സ്കൂളുകളിൽ നടപ്പാക്കി. അത് കഴിഞ്ഞിട്ട് NSS നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന് വേണ്ടിയൊരു ക്ലാസ് കേരളത്തിലെല്ലാം അതുകൊണ്ട് 800-ലധികം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ പഠനം എന്ന് പറയാൻ വയ്യ, എഡ്യൂക്കേഷൻ കൊടുത്തു അവരുടെ ടീച്ചേഴ്സ് വഴി. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് ഈ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ, ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മെഡിക്കൽ ജേണലാണത്. ആ ജേണൽ ഇന്ത്യയിലെ ഹെൽത്ത് സെക്ടറിൽ കുറച്ച് അവാർഡുകൾ ഏർപ്പെടുത്തി. 10ഓളം സ്ട്രീമുകളിൽ അവാർഡ് ഏർപ്പെടുത്തി. അതിലൊരെണ്ണം ബെസ്റ്റ് പ്രിവെൻറ്റീവ് കെയർ മോഡൽ ഇൻ ഇന്ത്യയിലെ ഡോക്ടേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ആ സ്ട്രീമിൽ ഞാൻ ഇതിൻ്റെ കെയർ ഓഫ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു.
അവരൊരു വലിയൊരു സെലക്ഷൻ പ്രോസസ്സാണത്. ആദ്യത്തെ ഇതിനകത്തൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം സെക്കൻഡ് റൗണ്ട് ആവശ്യപ്പെടും. അത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു തേർഡ് റൗണ്ട് വീണ്ടും ഒന്നുകൂടെ എണ്ണം കുറച്ച് കൊണ്ടുവരും. സെലക്ഷൻ ആൾക്കാരെ എണ്ണം കുറച്ച് 800ഓളം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു ആദ്യം. അതിൽ നിന്ന് കുറച്ച് ഒരു തേർഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു 3 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഓസ്കാറിൻ്റെ പോലെ തന്നെ ഓസ്കാറിൻ്റെ നോമിനേഷൻ, അതാണ് ഓസ്കാർ മെഡിസിൻ അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. BMJ അവാർഡെന്നാണ്, BMJ അവാർഡ്, ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ അവാർഡ് എന്നാണ്. അപ്പോൾ അതിനകത്ത് ഈ 3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഡൽഹി വെച്ചായിരുന്നു. അപ്പോൾ അതിന് ഒരു BMJയുടെ എക്സ്പേർട്സ് ഒരു പാനൽ ഡോക്ടേഴ്സ് അവരാ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ തന്നെ നേരിട്ട് പോയി പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. അടുത്ത് ഞാൻ അവിടെ പോയി അതൊരു അരമണിക്കൂറുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് ഞാൻ എന്താണെന്നുള്ളൊരു 10 മിനിറ്റ് കൊണ്ട് പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്തിട്ടപ്പം അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അവയർനെസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ നടപ്പാക്കിയത് ഈ ലൈഫ് ഡിസീസിനെ കുറിച്ച്. അപ്പോൾ അവർ ചോദിച്ച ഒരു ക്വസ്റ്റിന്, ഇപ്പം വി ഹാവ് ഹേർഡ് ദാറ്റ് കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പത്രമെങ്കിലും ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവ് ആകാത്ത കാലമാണ്. പിന്നെ മിക്കവാറും എല്ലാ വീടുകളിലും ടെലിവിഷനുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ധാരാളം ഇൻഫർമേഷൻസ് എല്ലാവർക്കും കിട്ടുന്നൊരു സംസ്ഥാനമാണ്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് സച്ച് ആൻ ഇൻറ്റൻസ് എഡ്യൂക്കേഷൻ ഇൻ കേരള? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ലിറ്ററേറ്റ് ആയിട്ട് ആളുകൾ ഉള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. പക്ഷേ വൈ ഇൻ കേരള? വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് ദാറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞത്, ശരിക്കും കേരളത്തിൽ ഇൻഫർമേഷൻസ് ധാരാളം കിട്ടുന്നുണ്ട് ടെലിവിഷനിൽ കൂടെ, ഇങ്ങനെയുള്ള മീഡിയകൾ വഴി. പക്ഷേ അതിൽ പലതും മിസ്ഇൻഫർമേഷൻസാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ പാർഷ്യൽ ഇൻഫർമേഷൻസോ മാത്രമാണ്. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവരെ പഠിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ ഒട്ടും അറിയാൻ വയ്യാത്ത ഒരാളിനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ മനസ്സിലാകും. പക്ഷേ കുറേ ഇൻഫർമേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ വി ഹാവ് ടു ഫസ്റ്റ് അൺലേൺ ദം. അവർ പഠിച്ച കാര്യങ്ങൾ മായ്ച്ച് കളഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം കേരളത്തിൽ കൂടുതലുള്ളത്. അപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ മീഡിയയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു ഡയറക്റ്റ് എഡ്യൂക്കേഷൻ, ഫേസ് ടു ഫേസ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം വളരെ കൂടുതലുണ്ട്. കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ, അതാണ് അവർ ശരിക്കും അതുകൂടൊക്കെ ഉണ്ടായിരിക്കണം. ആ അവാർഡ് നമുക്ക് പിറ്റേ ദിവസം ഈ ഓസ്കാർ പ്രഖ്യാപിക്കുന്ന പോലെ പിറ്റേ ദിവസമാണ് അത് അവാർഡ് പ്രഖ്യാപിച്ച് നമുക്ക് അവാർഡ് കിട്ടിയത്. അതൊരു അച്ചീവ്മെൻ്റാണ്. കേരളത്തിൽ നിന്ന് വേറെ 2 പേർ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഹാൻഡ് മാറ്റിവെച്ച ഡോക്ടർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ അമൃതയിലെ അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ തന്നെ അവിടുത്തെ ഒരു കാർഡിയോളജിയിൽ വാൽവ് മാറ്റിവെക്കുന്ന ഒരു ഇൻ്റർനാഷണൽ എക്സ്പേർട്ടാണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ. മറ്റു വേറെ സ്ട്രീം ബെസ്റ്റ് സർജിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് ആണ് ഈ ഹാൻഡ് മാറ്റി വെക്കുന്ന ആളിന്. അദ്ദേഹം എൻ്റെ റൂംമേറ്റൊക്കെ ആയിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അതിനൊരു ഈ ഓപ്പറേഷൻ ചെയ്യാതെ വാൽവ് മാറ്റി വെക്കുന്ന ഒരു ഡോക്ടർക്കും കിട്ടിയിട്ടുണ്ട് അമൃതയിൽ. പിന്നെ കിട്ടിയത് സാറിനാണ്.